ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ ഈ ഇടയായിട്ട് പല സ്ഥലത്തുനിന്നും കംപ്ലയിൻറ്റ് വരുന്നതാണ്. അവിടെ RCCB ട്രിപ്പാവുന്നു, അല്ലെങ്കിൽ അവർ RCCB ആണോ അതിന് കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ ഇൻസ്റ്റലേഷൻ വയറിങ്ങിലാണോ മിസ്റ്റേക്ക് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണൊരു RCCB നല്ലതാണോ അല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അത് നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക? ഇത് പലരും പല രീതിയിലാണ് ആളുകൾ അത് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ശരിയായ മെത്തേഡ് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു RCCB ആണ്. ഇത് അല്പം പഴയ RCCB ആണ്. എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു RCCB ആണിത്. ഒരു സിംഗിൾ ഫേസ് സപ്ലൈ ആയതുകൊണ്ട് തന്നെ ഒരു 30 MA ഡബിൾ പോൾ RCCB ആണ്. അപ്പോൾ നമുക്ക് ഈ RCCB ആണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. നമുക്ക് ഈ RCCB ടെസ്റ്റ് ചെയ്യാം. ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിനൊരു നമ്മുടെ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്തിട്ട് ഒരു സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മാറി എന്നിട്ട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ട്രിപ്പാവും, വീണ്ടും ഓൺ ചെയ്യേണ്ടി വരും, വീണ്ടും ട്രിപ്പാവും. അപ്പോൾ അങ്ങനെ ചെറിയൊരു താമസം വരും. എങ്കിൽ പോലും നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, നമുക്ക് ആ ടെസ്റ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ELCB ചെക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ELCB അല്ലെങ്കിൽ RCCB ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഇതൊരു മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്ററാണ്. ഇത് ക്യൂടെക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മൾട്ടി ഫംഗ്ഷൻ ടെസ്റ്ററാണ്. ഇതിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഈ RCD എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മളിപ്പം ഇത് ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്കിത് പവർ അപ്പ് ചെയ്യാം. ഈ എക്യുപ്മെൻറ്റ് നമ്മൾ ഓൺ ചെയ്യുകയാണ്. ഇത് ഓണായി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഇത് കിടക്കുന്നത് RCD എന്നുള്ള മോഡിലാണ് കിടക്കുന്നത്. നമ്മളിവിടെ നമുക്ക് പലതും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ RCDയുടെ പല മോഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഓട്ടോയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഹാഫ് ഓഫ് IN, അതായത് നമ്മളുടെ 30 MA RCCB ആണെങ്കിൽ അതിൽ 50 MA അത് ട്രിപ്പ് ആവാനായിട്ട് 15 MA അത് ട്രിപ്പ് ആവാനായിട്ട് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ഇതിനകത്ത് അറിയാൻ പറ്റുക. അടുത്തത് 30 MA അത് ട്രിപ്പ് ആവാനായിട്ട് എത്ര സമയം എടുക്കുമെന്ന് ഇവിടെ അറിയാൻ പറ്റും. പിന്നീട് നമുക്ക് 5 ടൈംസ്, അങ്ങനെ 3 മോഡിലാണ് സാധാരണയായിട്ട് RCD നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതായത് 150 MA 5 ടൈംസ് ഇട്ട് കഴിഞ്ഞാൽ 150 MA എത്ര മില്ലി സെക്കൻഡിനുള്ളിൽ RCD ട്രിപ്പ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുക. ഇപ്പം നമുക്ക് തൽക്കാലം ഇത് ഓട്ടോ മോഡിലിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ വാല്യൂസ് എല്ലാം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് പല പ്രാവശ്യം ELCB ട്രിപ്പായി അത് ഓണാവുന്ന ഒരു ആവശ്യം വരും. ഇപ്പോഴും അത് ട്രിപ്പാവും, ഓണാക്കേണ്ടി വരും. എങ്കിലും നമുക്ക് ഈ വഴി ഒന്ന് ശ്രമിക്കാം. ഓക്കെ, നമുക്ക് പിന്നെ അടുത്തതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പല RCD ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് 100 MA, 300 MA, 500 MA, 1 ആംപിയർ, 10 MA, 30 MA. ഈ 30 MA RCD ആണ് നമ്മളോട് വെച്ചിരിക്കുന്നത്. RCCB എന്നോട് വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ 30 MA ഇട്ടിട്ടാണത് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് RCDയുടെ ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ AC ടൈപ്പ് RCB ആണ് നമ്മളോട് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ AC ആണ് സെലക്ട് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് പല ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് ടൈപ്പ് ഓഫ് ഉണ്ടോ, സെലക്റ്റബിൾ ടൈപ്പായിട്ടുള്ള ACയിൽ തന്നെ സെലക്ട് ചെയ്യാം. A ടൈപ്പ്, അതായത് കുറച്ച് DC കമ്പോണൻ്റ് കൂടി ഉള്ള സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന RCCBകളും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് തൽക്കാലം AC ടൈപ്പാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ടത്, നമ്മളതിനെ നോർമലി ടെസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ RCCB ട്രിപ്പാവും. നമുക്ക് അതൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നമ്മൾ അതിന് മുമ്പൊരു കാര്യം, നമ്മളിത് കണക്ട് ചെയ്തിരിക്കുന്നത് സോക്കറ്റിലാണ്. ഇവിടെ ഒരു സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ സോക്കറ്റ് ഓൺ ചെയ്തിട്ടില്ല, അത് ഓൺ ചെയ്യാം. ഇപ്പോഴാണ് ഇതിലേക്ക് പവർ അപ്പ് ആയിട്ടുണ്ട്. നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂസ് അത് മെഷർ ചെയ്യാൻ തുടങ്ങും. നമുക്ക് പ്രസ് ചെയ്യാം.
ഇപ്പോൾ ഇത് ട്രിപ്പായിട്ടുണ്ട്. നമുക്കിപ്പോൾ X1 വരെയുള്ള വാല്യൂസ് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്നുകൂടി അത് ഓൺ ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് കിട്ടത്തുള്ളൂ. സോ നമുക്ക് ഒന്നുകൂടി അത് ഓൺ ചെയ്യാനായിട്ട് നോക്കാം. വീണ്ടും അത് ഓൺ ചെയ്യുന്നുണ്ട്. നമ്മൾ RCCB ഓൺ ചെയ്യുകയാണ്. അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ വീണ്ടും അത് ട്രിപ്പാവും. പക്ഷെ അപ്പോഴേക്കും നമുക്ക് അടുത്ത വാല്യൂസ് കൂടി വരും. വെയിറ്റ് ചെയ്യാം. അത് വീണ്ടും ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ട്രിപ്പായിട്ടുണ്ട്. ഒന്നുകൂടി അത് ഓൺ ചെയ്യേണ്ടി വരും. വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. വീണ്ടും ട്രിപ്പായി. ഓക്കെ, വീണ്ടും അവർ ഇപ്പോൾ താഴെ ഓണാക്കുകയാണെങ്കിൽ വീണ്ടും അത് ട്രിപ്പാവുന്നതായിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരുന്നത് ഇത് എത്ര സമയത്തിനുള്ളിലാണ് ട്രിപ്പാവുക എന്നുള്ളതാണ്. നമുക്ക് ഇനിയും നമുക്കറിയേണ്ടത് ഇത് എത്ര സമയത്തിനുള്ളിൽ ട്രിപ്പാവും എന്നുള്ളതല്ല. ഇത് നമുക്കറിയേണ്ടത് എത്ര മില്ലി ആംപിയർ കറണ്ട് വരുമ്പോഴാണ് അത് ട്രിപ്പാവുക എന്നുള്ളതാണ്. സോ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് വീണ്ടും ഇത് RCD മോഡിലേക്ക് ഇടാം. RCD മോഡിലേക്ക് ഇട്ടിട്ട് നമുക്കിവിടെ ആ മോഡ് സെലക്ട് ചെയ്യാം. അതിന് നമ്മൾ റാം മോഡിലേക്ക് മാറ്റണം. സോ നമ്മളതിനെ റാമ്പ് ചെയ്യാണ്. ഇപ്പോൾ റാമ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മൾ ഇനി ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ കറണ്ടാണ് മെഷർ ചെയ്യുക. അപ്പോൾ നമ്മൾ എത്ര എത്ര MA കറണ്ട് വരുമ്പോഴാണ് RCCB ട്രിപ്പ് ആവുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമുക്കത് പ്രസ് ചെയ്യാം. മെഷർ ചെയ്യുന്നുണ്ട്. കറണ്ട് ഇഞ്ചെക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എക്സാക്ട് 30 MA അത് ട്രിപ്പായിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിങ്ങനെയാണ് നമുക്ക് സാധാരണ ഇതിലൊരു RCCB നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് ഇതിനകത്ത് പല വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാല്യൂസ് എന്തൊക്കെയാണ് എന്നൊന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. ആദ്യം ഇതിൽ കുറച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. അത് ഫോട്ടോ എടുത്തപ്പം ലൈറ്റ് വന്നുകൊണ്ട് പറ്റിയതാണ്. സോ എങ്കിലും ഇതിൽ ആദ്യം കാണുന്നത് UL50 വോൾട്ട് എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ഇൻസ്റ്റലേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടച്ച് വോൾട്ടേജ് എന്നുള്ളത് 50 വോൾട്ട് എന്നുള്ളതാണ്. സോ 50 വോൾട്ട് വരുമ്പോഴാണ് RCCB 50 വോൾട്ട് വന്നാൽ പോലും RCCB ട്രിപ്പ് ആവണം. അനുസരിച്ചാണ് അതിനകത്തുള്ള റെസിസ്റ്ററും മറ്റു കാര്യങ്ങളൊക്കെ അത് ക്രമീകരിച്ചിട്ടുള്ളത്. സോ എനിവേ നമുക്ക് നോക്കാം. ആദ്യം കാണുന്നത് ആക്ച്വലി X1/2 എന്നുള്ളതാണ്. അതായത് നമ്മൾ 30 MA RCCB ആണ് ചെക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ 30 MAയുടെ ഹാഫ് എന്ന് വെച്ചാൽ 15 MA കറണ്ട് വരുമ്പോൾ അത് ട്രിപ്പ് ആവുന്നത് എത്ര സമയത്തിനുള്ളിൽ നിന്നാണ്. ആക്ച്വലി അത് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് 15 MA വന്നു കഴിഞ്ഞാൽ അത് ട്രിപ്പ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നോയ്സൽ സ്ട്രിപ്പിംഗ് ഉണ്ടാവാതിരിക്കാനായിട്ട് RCCB 50% വരെയുള്ള കറണ്ടിൽ ലീക്കേജ് കറണ്ടിൽ അത് ട്രിപ്പ് ആവരുത് എന്നുള്ളതാണ്. എനിവേ നമ്മളുടെ എക്യുപ്മെൻറ്റ് 2000 മില്ലി സെക്കൻഡ്സ് വരെ അത് ഇഞ്ചെക്ട് ചെയ്തിട്ടും നമ്മുടെ RCCB ട്രിപ്പായില്ല. അതിനർത്ഥം അത് ആ ടെസ്റ്റ് പാസ്സായി എന്നുള്ളതാണ്. അടുത്തത് X1 ആണ്. അതായത് 30 MA RCCB ആണെങ്കിൽ അത് 30 MA കറണ്ട് വരുമ്പോൾ എത്ര സമയത്തിനുള്ളിൽ ട്രിപ്പാവും എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് 0 ഡിഗ്രിയിൽ 54 മില്ലി സെക്കൻഡ്സും 180 ഡിഗ്രിയിൽ 31 മില്ലി സെക്കൻഡ്സിലുമാണ്. ഇത് ആക്ച്വലി 40 മില്ലി സെക്കൻഡ്സിനുള്ളിൽ ട്രിപ്പ് ആവണം എന്നുള്ളതാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ്സൊക്കെ പറയുന്നത്. സോ എനിവേ അത് 40 മില്ലി സെക്കൻഡ്സിനുള്ള ആവറേജ് അത് 40 മില്ലി സെക്കൻഡ്സിനുള്ളിൽ അത് ട്രിപ്പ് ആവുന്നുണ്ട്. ഇനി അടുത്ത് കാണുന്നത് X5 ആണ്. ആ X5ൽ നമ്മൾ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്തിട്ടുള്ളൂ. അത് 0 ഡിഗ്രിയിൽ മാത്രമാണ് 0 ഡിഗ്രി ആംഗിളിൽ മാത്രമാണ് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയത്. വീണ്ടും RCCB ഓൺ ചെയ്തിരുന്നെങ്കിൽ അത് വീണ്ടും 180ൽ ചെക്ക് ചെയ്തേനെ. പക്ഷേ നമ്മളവിടെ RCCB വീണ്ടും ഓൺ ചെയ്തില്ല. കാരണം അത് കുറച്ച് ദൂരെയാണ് RCCB ഇരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഓൺ ചെയ്യാതിരുന്നതാണ്. എങ്കിലും ഓൺ ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് ഇതിനോട് അടുപ്പിച്ചുള്ള ഒരു വാല്യൂ കിട്ടുള്ളൂ. അത് 5 ടൈംസ്, അതായത് 150 മില്ലി ആംപിയർ ഇഞ്ചെക്ട് ചെയ്തപ്പം അത് ട്രിപ്പായത് 6 മില്ലി സെക്കൻഡ്സിലാണ്. സോ നമ്മളതിനി 180ൽ ചെക്ക് ചെയ്താലും അത് ഏകദേശമൊക്കെ ആ ഒരു വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ RCCB നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വേണ്ട പെർഫോമൻസ് എല്ലാം അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ടെസ്റ്റിങ്ങിലൂടെ മനസ്സിലായിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ ഈ വീട്ടിൽ എന്തെങ്കിലും ലീക്കേജോ മറ്റോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ RCCB ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും RCCBയുടെ പ്രശ്നം കൊണ്ടല്ല, നമ്മുടെ വയറിങ്ങിനുള്ള പ്രശ്നം കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്മൾ ഈ RCCB ശരിയാണോ ഇല്ലയോ, അത് കറക്റ്റായിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് RCCBയുടെ എല്ലാ ഫംഗ്ഷനും കറക്റ്റായിട്ടാണോ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പലരും അത് അതിൽ ടെസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്.
അപ്പോൾ നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് നമ്മളത് ട്രിപ്പ് ആവുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാറുണ്ട്. എല്ലാ മാസവും അത് പരിശോധിക്കണമെന്നാണ് നമ്മളോട് പറയുന്നത്. സോ നമ്മൾ മിക്കവാറും പേര് അത് പരിശോധിക്കാറുണ്ടാവും. അങ്ങനെ ട്രിപ്പ് ആവുന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ആക്യുറസി കറക്റ്റ് ആണോ ഇല്ലയോ എന്നറിയണമെങ്കിൽ നമ്മൾ ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള RCD ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഏകദേശം ഈ RCD എങ്ങനെ ടെസ്റ്റ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ഈ വീഡിയോ കണ്ടപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഈ നമ്മളുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.